ഹായ് ഹലോ എവരിവൺ, വെൽക്കം ടു ത്രെഡ് നീഡിൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് ഐശ്വര്യ. ഈ ചാനലിൽ നിങ്ങൾക്ക് സ്റ്റിച്ചിങ്, എംബ്രോയ്ഡറി, ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ്, സ്റ്റൈലിങ്, ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച് ഇങ്ങനെയുള്ള വീഡിയോസാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ നിൽക്കാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കോട്ട് കോളർ അല്ലെങ്കിൽ കൺവേർട്ടബിൾ കോളർ കുർത്തിയാണ്, ഷോർട്ട് കുർത്തിയാണ് തയ്ക്കുന്നത്. ജീൻസിൻ്റെ കൂടെ ഇടാൻ പറ്റിയ ഒരു സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കുക. ആദ്യമായിട്ട് ഞാനിവിടെ അളവുകളെല്ലാം ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് സാധാരണ ഏതൊരു ഡ്രസ്സ് തയ്ക്കാനും നിങ്ങളെല്ലാവരും ഒരു 15 മുതൽ 16 അളവുകൾ നമുക്ക് വേണ്ടി വരും. സാധാരണ എല്ലാവരും അങ്ങനെ ഇത്രയും അളവുകൾ എടുക്കാറില്ല. അപ്പോൾ അളവുകൾ എന്ന് പറയുന്നത് ചെസ്റ്റ്, ലെങ്ത്ത് എല്ലാം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെ അളവുകളാണ് വേണ്ടതെന്നും ഒരു ബോഡിയിൽ നിന്ന് എങ്ങനെ അളവെടുക്കണം, ഏതൊക്കെ അളവുകൾ എടുക്കണം എന്നറിയാത്തവരാണെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമുക്കതൊരു പ്രത്യേകം വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കുർത്തിയുടെയും ഒരു കൺവേർട്ടബിൾ കോളർ അല്ലെങ്കിൽ കോട്ട് കോളർ എന്ന് പറയുമ്പോഴായിരിക്കും എല്ലാവർക്കും അറിയാവുന്നത്. ഒരു കോട്ട് കോളർ അല്ലെങ്കിൽ കൺവേർട്ടബിൾ കോളർ എന്ന് പറയും. അങ്ങനത്തെ ഒരു കുർത്തിയെ, ഷോർട്ട് കുർത്തി ജീൻസിൻ്റെ ഉള്ളിടാൻ പറ്റുന്നൊരു കുർത്തിയാണ് തയ്ക്കുന്നത്. തുണി നമുക്കൊന്ന് അളവിനനുസരിച്ച് മടക്കിയിട്ട് ഏതൊക്കെയാണ് അളവുകൾ, എങ്ങനെ അളവെടുക്കണം, ഏത് ബോഡി മെഷർമെൻറ്റിനാണെങ്കിലും എങ്ങനെയാണ് അളവെടുത്ത് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ തുണി ഇവിടെ ഞാനൊന്ന് മടക്കിയിട്ടിട്ടുണ്ട്. തുണി മടക്കിയിട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഹിപ്പിൻ്റെ മെഷർമെൻറ്റ്, ഏതൊരളവിനാണെങ്കിലും ഹിപ്പിൻ്റെ മെഷർമെൻറ്റ് എത്രയാണോ അതിൻ്റെ ഡിവൈഡ് ബൈ 4 ചെയ്യുക. 4 ഭാഗം എടുത്തിട്ട് അതിന് 2 ഇഞ്ച് കൂട്ടി തുണി നമുക്ക് മടക്കുക. ഇവിടെ എനിക്ക് ഹിപ്പിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് 11 ആണ്. 42 ലൂസിങ്ങും ചേർത്താണ് ഞാൻ 11 എടുത്തേക്കുന്നത്. അപ്പോൾ 10 42ൻ്റെ 4 ഭാഗം 10 വരുന്നത്. അതിന് ലൂസിങ് ഒരു 1/2 ഇഞ്ച് ചേർത്ത് 11 എടുത്തു. 11ന് 2 ഇഞ്ച് കൂട്ടി ഞാനിവിടെ തുണി മടക്കിയിട്ടുണ്ട്. അതായത് 13 ഇഞ്ചിൽ തുണി മടക്കിയിട്ടുണ്ട്. 13 ഇഞ്ചും അതുപോലെ ഇത് ഷോർട്ട് കുർത്തിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജീൻസിൻ്റെ കൂടെയൊക്കെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ പലാസോ പാൻറ്റിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ഷോർട്ട് കുർത്തിയാണ് തയ്ക്കുന്നത്. അപ്പോൾ ഷോർട്ട് കുർത്തിക്ക് ലെങ്ത്ത് നിങ്ങളുടെ ശരീരത്തിന് എത്രയാണോ ലെങ്ത്ത് വേണ്ടത്, ഓരോരുത്തർക്കും ഓരോ ലെങ്ത്ത് ആയിരിക്കുമല്ലോ കുർത്തിക്ക് എടുക്കുന്നത്. ലോങ് കുർത്തിയാണെങ്കിൽ ആ ലെങ്ത്ത് എടുക്കാം, ഷോർട്ട് കുർത്തിയാകുമ്പോൾ ആ ലെങ്ത്ത്. ഞാനിവിടെ എടുത്തേക്കുന്നത് 30 അരയാണ്. 30 അര എന്ന് വെച്ചാൽ 30 ഇഞ്ച് ഫ്രണ്ട്. അത് വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ കോളർ വെച്ച് കൊടുക്കുന്ന കുർത്തിയാണിത്. കോളർ വെക്കുന്ന എല്ലാ കുർത്തിക്കും ബാക്കിലെ പാനൽ നമ്മൾ 1/2 ഇഞ്ചെങ്കിലും മിനിമം കൂടുതലെടുക്കണം. 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് വരെ നമുക്ക് കൂടുതലെടുക്കാം. അപ്പോൾ 30 ടോട്ടൽ എനിക്ക് വേണ്ടത്. ഫ്രണ്ട് ഭാഗം ഞാൻ 30 എടുത്തിട്ടുണ്ട്, ബാക്ക് ഞാൻ 30 അര. ഇവിടെ തുണി കൂടുതലുണ്ട്, 30 അരയാണ് ഞാൻ എടുക്കുന്നത്. അതുപോലെ ഇതിപ്പോൾ എന്താ ഇങ്ങനൊരു, ഇവിടെ ഞാനൊരു ജോയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. കാരണം ഞാനിവിടെ 1.5 മീറ്റർ തുണിയാണ് എടുത്തേക്കുന്നത്. 1.5 മീറ്റർ തുണി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് തയ്ക്കേണ്ടി വരും കേട്ടോ. 1.5 മീറ്റർ എടുത്താൽ ഷോർട്ട് കുർത്തി ആകുമ്പം, അതല്ല 2 മീറ്റർ എടുക്കുവാണെങ്കിൽ നമുക്ക് തുണി ഒരുപാട് ബാക്കി വരുമല്ലോ. അതുകൊണ്ടാണ് 1.5 മീറ്റർ എടുത്ത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം, എന്നാലും നമുക്ക് പറ്റും. അതുകൊണ്ട് ബാക്കിലെ തുണിക്ക് ലെങ്ത്ത് കുറവായതുകൊണ്ട് ഞാൻ ഒരു ചെറിയ പീസ് തുണി ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ബാക്കിൽ വെച്ചു. അഥവാ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ തുണിയുടെ നീളം കുറവ് തോന്നിയാൽ ഫ്രണ്ട് കറക്റ്റായിട്ട് തന്നെ എടുക്കാം. ഫ്രണ്ടിൽ എന്തെങ്കിലും ഡിസൈൻ കൊടുക്കാനുണ്ടെങ്കിൽ നമുക്ക് ഡിസൈനായിട്ട് വേറൊരു തുണി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ സെയിം തുണിയാണ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കിലെ തുണിക്കകത്ത് ആ തുണി ബാക്കിലെ ടോപ്പിൽ ഷോൾഡറിൻ്റെ അവിടെയായിട്ട് തുണി അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ പ്രത്യേകിച്ച് പെട്ടെന്നത് മനസ്സിലാവത്തില്ല. അവിടെ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. ബാക്കല്ലേ, അത് ഷോൾഡർ ഭാഗമാകുമ്പോൾ ശ്രദ്ധിക്കത്തില്ല. അത് പ്രത്യേകിച്ച് ഒരു വൃത്തികേടായിട്ട് വരത്തില്ല. ഷർട്ടിനൊക്കെ ബാക്കിൽ ഒരു പീസ് നമ്മൾ വെച്ച് കൊടുക്കാറുണ്ടല്ലോ, അതുപോലെ ബാക്കിലൊരു തുണിയായിട്ട് അത് ഫീൽ ചെയ്തോളൂ. അപ്പോൾ ഇവിടെ 30 ഇഞ്ച് ഇറക്കത്തിൽ 30 ഇഞ്ച് ഇറക്കും. അതിൻ്റെ കൂടെ എന്താണ് നോക്കേണ്ടതെന്ന് വെച്ചാൽ സീം അലവൻസ് നോക്കണം. 1 ഇഞ്ച് അടിയിൽ മടക്കി തയ്ക്കാനും 1/2 ഇഞ്ച് മുകളിൽ ഷോൾഡർ ജോയിൻ ചെയ്യാനും 1.5 ഇഞ്ച് കൂടുതൽ ഇട്ടിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ 30 ഇഞ്ചിന് 31.5 ഇഞ്ച് തുണി ഞാനിവിടെ മടക്കിയിട്ടിട്ടുണ്ട്. 1 ഇഞ്ച് അടിയിൽ മടക്കി തയ്ക്കാൻ വേണം. അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ ഒട്ടും സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് പോലും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത്യാവശ്യം സ്റ്റിച്ചിങ് അറിയാവുന്നവർക്ക് കേട്ടാൽ മനസ്സിലാവും. എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ എന്നെക്കൊണ്ട് പറഞ്ഞു തരാൻ പറ്റുന്നതാണെങ്കിൽ ഞാനത് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോകൾ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. ഏതെങ്കിലും വീഡിയോകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യുന്നതായിരിക്കും, ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മളിവിടെ 30 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക.
31 ഉണ്ട് ഇവിടെ. ഞാൻ തുണി എടുത്തേക്ക് 30 വരെ ഞാൻ ടോട്ടൽ ആ ലെങ്ത് അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. 1/2 ഇഞ്ച് സീം അലവൻസിൽ ഇവിടെ മാർക്ക് ചെയ്യാം. അര ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകളിൽ 1/2 ഇഞ്ച് കൂടുതൽ എടുക്കണം. 1/2 ഇഞ്ചോ 1 ഇഞ്ചോ നിങ്ങൾക്ക് കൂടുതൽ എടുക്കാം. 1 ഇഞ്ച് മാക്സിമം 1 ഇഞ്ച് എടുക്കുക. ഏറ്റവും കുറഞ്ഞത് 1/2 ഇഞ്ച് എടുക്കുക. അതിൽ കൂടുതൽ നിങ്ങൾ സെയിം ആയിട്ട് എടുക്കരുത്. സാധാരണ കുർത്തി നമ്മൾ തയ്ക്കുമ്പോൾ സെയിം ആയിട്ടാണ് ലെങ്ത് എടുക്കുന്നത്. ഈ കോളർ കുർത്തി തയ്ക്കുമ്പോൾ എപ്പോഴും കോളർ പുറകോട്ട് പോവില്ലെങ്കിൽ, അതുകൊണ്ടാണ് നമ്മളിവിടെ ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ 1 ഇഞ്ചൊക്കെ നമുക്ക് എടുക്കാം. ആദ്യമായിട്ട് ഷോൾഡർ മാർക്ക് ചെയ്യണം. ഷോൾഡർ ഞാനിവിടെ എൻ്റെ ഷോൾഡർ എന്ന് പറയുന്നത് 15 ഇഞ്ചാണ്. 15 ഇഞ്ചിൻ്റെ പകുതി 7.5യും പിന്നെ തയ്യൽ തുമ്പ്. കാരണം കോളറുള്ള കുർത്തി ആയതുകൊണ്ട് നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്, അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഫുൾ ഷോൾഡറിന് 1 ഇഞ്ച് കൂട്ടിയെടുക്കുക. അപ്പോൾ 8 ഇഞ്ച് ഞാനിവിടെ ഷോൾഡർ കൊടുക്കുന്നുണ്ട്. 8 ഇഞ്ച് ഷോൾഡർ കൊടുക്കുന്നുണ്ട്. ഷോൾഡർ ഡൗൺ കൊടുക്കുന്നത് 0.75 ആണ്. 16 ഇഞ്ച് ആയതുകൊണ്ടാണ് ഞാൻ 0.75 കൊടുക്കുന്നത്. ഒരു 14 ഇഞ്ച് ഷോൾഡർ വരുന്നവർക്ക് 1/2 ഇഞ്ച് ഷോൾഡറാണ് കൊടുക്കുക. കാരണം ഷോൾഡറിൻ്റെ വീതി കൂടുന്തോറും നമ്മുടെ സ്ലോപ്പ് കൂടി വരും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 0.75 ഞാൻ ഇവിടെ ഷോൾഡർ ഡൗൺ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ അതുപോലെ തന്നെ 0.75 ഷോൾഡർ ഡൗൺ കൊടുക്കുക. ഞാൻ പറയുന്നത് ആർക്കെങ്കിലും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്ത് പറയണം. ഇങ്ങനെ തന്നെ പറഞ്ഞാൽ മതിയോ, മനസ്സിലാവുന്നുണ്ടോ എന്നൊന്ന് പറഞ്ഞേക്കണേ. അപ്പം നെക്ക് വിഡ്ത്ത് നമ്മളിവിടെ കൊടുക്കുന്നത് 3 ഇഞ്ചാണ്. 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത് കൊടുക്കുന്നുണ്ട്. ഇതും ഈ പറഞ്ഞതുപോലെ തന്നെ കുറച്ചുകൂടെ ഹെവി സൈസായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ 3.5 ഇഞ്ച് വരെ കൊടുക്കാം. 3.5-ൽ കൂടുതൽ കൊടുക്കാതിരിക്കുക. അത് ഒരുപാട്, കാരണം കോളർ ആയതുകൊണ്ട് കുറച്ച് പാക്കായിട്ടാണ് ഇരിക്കേണ്ടത്. അപ്പോൾ അത് ഒരുപാട് അങ്ങ് വീതി തുറന്നു പോകും കോളർ. അതുകൊണ്ട് അങ്ങനെ കൊടുക്കാതിരിക്കുക. ഇപ്പോൾ ഒരു 16 സൈസ് 36 ചെസ്റ്റ് അല്ലെങ്കിൽ 34, 38 ചെസ്റ്റിനൊക്കെ 40 വരെയും 3 ഇഞ്ച് തന്നെ കഴുത്തും മതി. 40+ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ 3.5 ഇഞ്ച് കൊടുക്കാം. 34-നും താഴെ 32, 30, 28 സൈസിനുള്ളവർക്ക് 2.5 ഇഞ്ച് കൊടുത്താലും മതി. കാരണം കഴുത്ത് ചെറുതല്ലേ. അത് കണക്കാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ബോഡി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. കഴുത്ത് ചെസ്റ്റ് കുറവാണെങ്കിൽ കഴുത്തും ഷോൾഡറും എല്ലാം കുറയുമല്ലോ. അത് മനസ്സിലാക്കുക. ഞാനിവിടെ ഷോൾഡർ സ്ലോപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിലും അതുപോലെ 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ട് ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്യുക. ഇത്രയും വരെ മനസ്സിലായെന്ന് കരുതുന്നു. ഇപ്പോൾ ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ചെസ്റ്റ് ലൈന്, വേസ്റ്റ് ലൈന് ഇതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇവിടെ ഷോൾഡർ സ്ലോപ്പ് കൊടുത്ത ഭാഗത്ത് നിന്ന് ചെസ്റ്റ് ലൈൻ എങ്ങനെയാണ് എടുക്കേണ്ടത്, ബോഡി മെഷർമെൻറ്റ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് അറിയാത്തവരാണെങ്കിൽ പറഞ്ഞാൽ മതി. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ചെസ്റ്റ് ലൈൻ മാർക്ക് ചെയ്യാനായിട്ട് ചെസ്റ്റ് അല്ലെങ്കിൽ ബ്രസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ബ്രസ്റ്റിൻ്റെ എന്താ പറയുക, ഫ്രണ്ട് ചെസ്റ്റ് ഉണ്ടല്ലോ, ചെസ്റ്റിൻ്റെ സെൻറ്റർ പോയിൻ്റ്, നിപ്പിൾ പോയിൻ്റ് എന്നൊക്കെ പറയും. നമ്മൾ ബ്ലൗസിനൊക്കെ അളവെടുക്കുമല്ലോ, അതുപോലെ അത് എവിടെയാണ് വരുന്നതെന്ന് നോക്കാം. എനിക്കിവിടെ 11 ഇഞ്ചിലാണ് വരുന്നത്. അതായത് 10.5-ലാണ്. 1/2 ഇഞ്ച് സീം അലവൻസ് ഇവിടെ പോകും. അപ്പോൾ 11 ഇഞ്ചിൽ ഞാൻ ചെസ്റ്റ് ലൈൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ വേസ്റ്റ് ലൈൻ 15 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. ഹിപ്പ് ലൈൻ 21-ൽ മാർക്ക് ചെയ്യുന്നുണ്ട്. ചെസ്റ്റ് ലൈൻ മാർക്ക് ചെയ്യുക, വേസ്റ്റ്, ഹിപ്പ്. ഈ ചെസ്റ്റ് ലൈൻ എന്തിനാണ് മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചെസ്റ്റിലെ ബ്രസ്റ്റ് ലൈൻ മാർക്ക് ചെയ്യുന്നതിന് ചെസ്റ്റും ബ്രസ്റ്റും തമ്മിൽ അളവ് പലർക്കും വ്യത്യാസമുണ്ട്. ചില ആൾക്കാർക്ക് അത് സെയിം ആയിരിക്കും അളവ്. ചില ആൾക്കാർക്ക് ബ്രസ്റ്റ് കുറച്ച് കൂടുതലുള്ള ആൾക്കാർക്ക് ബ്രസ്റ്റിൻ്റെ വണ്ണം കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ചെസ്റ്റും ബ്രസ്റ്റും ഒരേ അളവിൽ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്താൽ പിടുത്തം വരും ബ്രസ്റ്റിൻ്റെ അവിടെ. ആ പിടുത്തം വരാതിരിക്കാനാണ് ബ്രസ്റ്റ് ലൈൻ മാർക്ക് ചെയ്തിട്ട് ബ്രസ്റ്റിൻ്റെ അളവ് നമ്മൾ സെപ്പറേറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം. ചെസ്റ്റിനെ കാട്ടി ചെസ്റ്റിൻ്റെ അളവ് വേറെയാണ്, ബ്രസ്റ്റിൻ്റെ അളവ് വേറെയാണ്. പ്രത്യേകിച്ച് ബ്രസ്റ്റ് കൂടുതലുള്ള ആൾക്കാർക്ക്. അപ്പം ഞാനിവിടെ ആം ഹോൾ നമുക്ക് മാർക്ക് ചെയ്യാം. ആം ഹോൾ ആദ്യം ഞാനൊരു 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 7.5 എന്ന് പറഞ്ഞാൽ ഒരു ഊഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ 7.5 കൊടുക്കുന്നത്. അതെങ്ങനെയാണ് ആം ഹോൾ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം.
ചെസ്റ്റ് ഇവിടെ 36 സൈസ് വന്നേക്കുന്നത്. ചെസ്റ്റ് 36 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 ഇഞ്ച് വരും. ഒരു 0.75 എനിക്ക് കുറച്ച് ലൂസായിട്ട് ഇടുന്നതാണ് താല്പര്യം, അതുകൊണ്ടാണ് ഞാൻ 0.75 കൊടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ച് കൊടുത്താലും 1/2 ഇഞ്ച് എന്തായാലും കൊടുക്കണം. ഒരുപാട് നമ്മുടെ ചെസ്റ്റിനെ പലരും ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, ചെസ്റ്റ് അതുപോലെ തന്നെ ഡിവൈഡ് ചെയ്ത് മാർക്ക് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനെയാണ് അവർക്കത് കറക്റ്റായി വരുന്നതെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല കേട്ടോ. 9 ഇഞ്ച് അങ്ങനെ മാർക്ക് ചെയ്താൽ എനിക്ക് എന്തായാലും ടൈറ്റായിട്ട് തന്നെ വരാറുള്ളൂ. ഞാൻ പിന്നെ അത് അഴിച്ചിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഒരു 1/2 ഇഞ്ചെങ്കിലും നിങ്ങൾ ലൂസിങ് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ തയ്ച്ചിട്ട് നോക്കുക. നിങ്ങളുടെ തയ്ച്ച് 2-3 വട്ടം തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല 1/2 ഇഞ്ച് കൊടുക്കണോ 0.75 കൊടുക്കണോ. നിങ്ങളുടെ ഡ്രസ്സിൻ്റെ ലൂസിങ് നിങ്ങൾക്കല്ലേ അറിയാവുന്നത്. അപ്പോൾ എല്ലാവരുടെയും കോമൺ ആയിട്ട് പറയാനാണെങ്കിൽ ചെസ്റ്റ് എത്രയാണോ ചെസ്റ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, മിനിമം 1/2 ഇഞ്ചെങ്കിലും കൂട്ടിയിടുക. 0.75 ആണ് ഞാനിവിടെ ഇട്ടേക്കുന്നത്, അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 9.75 ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 ഇഞ്ച് 1 ഇഞ്ച് കൊടുക്കാം, 1/2 ഇഞ്ച് കൊടുക്കാം. സീം അധികം പുറത്തോട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. 1.5 ഇഞ്ച് കൂടുതൽ കൊടുക്കാതിരിക്കുന്നതാണ് കുറേയും കൂടെ നല്ലത്. അപ്പോൾ ഒരുപാട് തുണി അകത്തേക്ക് ഇങ്ങനെ ബൾക്കായിട്ട് കിടക്കും. 2 ഇഞ്ചൊക്കെ കൊടുക്കും. ഞാൻ 1.5 ഇഞ്ച് തന്നെ കൊടുക്കാറുള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ ഫിറ്റിംഗ് ആയിട്ടും നമ്മൾ ആ തയ്ച്ച പെർഫെക്ഷൻ ഉണ്ടാവും. 2 ഇഞ്ചൊക്കെ ആകുമ്പോൾ കുറേ തുണി അകത്തോട്ട് മടങ്ങി, പ്രത്യേകിച്ച് ലൈനിങ് ഒക്കെ ഇടുന്ന തുണി നമ്മൾ 2 ഇഞ്ചൊക്കെ കൊടുക്കുമ്പോൾ ഒരുപാട് ബൾക്കായിട്ട് തുണി അകത്ത് കിടക്കുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെസ്റ്റ് ലൈൻ, ചെസ്റ്റാണിത്, ബ്രസ്റ്റ് ലൈൻ ഇവിടെയാണ് വരുന്നത്. ചെസ്റ്റ് ലൈൻ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് 8 ഇഞ്ച് 7.5 മാർക്ക് ചെയ്ത് ഒരു സ്ക്വയർ എൽ ഷേപ്പിൽ, സ്ക്വയർ അല്ല എൽ ഷേപ്പിൽ മാർക്ക് ചെയ്തെടുക്കുക. മാർക്ക് ചെയ്തെടുത്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഷോൾഡർ ഡൗൺ ചെയ്തത് മുതലാണ് ഈ മാർക്ക് ചെയ്യുന്നത് 7.5. ഇനി 7.5 സെൻറ്റർ ഒന്ന് കണ്ടുപിടിക്കാം. 7.5 സെൻറ്റർ മാർക്ക് ചെയ്യുക. ആം ഹോൾ കർവ് ഉപയോഗിച്ചിട്ട്, ആം ഹോൾ കർവ് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്. ഇവിടെ നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ സെൻറ്റർ ടച്ച് ചെയ്യണം. അതുപോലെ ഈ ലൈനിൽ ചെസ്റ്റിൽ വരച്ചേക്കുന്നിടത്ത് ടച്ച് ചെയ്യണമെന്നില്ല, ഈ ലൈനിൽ ടച്ച് ചെയ്താൽ മതി. ചെസ്റ്റ് ലൈൻ എവിടെയാണ് വന്നേക്കുന്നത് അവിടെ ടച്ച് ചെയ്താൽ മതി. എന്നിട്ട് ഇവിടെ ഒരു 1/2 ഇഞ്ച് മുതൽ കുറച്ച് ഇങ്ങനെ അടുപ്പിച്ച് വെക്കരുത്. കാണാൻ പറ്റുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ? ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഈ സെൻറ്റർ ടച്ച് ചെയ്യുക. അതുപോലെ ഈ ലൈൻ, താഴത്തെ ലൈൻ ടച്ച് ചെയ്യുക. ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്തല്ലോ. ഇനി എങ്ങനെയാണ് ആം ഹോള് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നതെന്ന് വെച്ചാൽ, ആം ഹോള് നമ്മൾ അളവെടുക്കുക. അതായത് കക്ഷക്കുഴിയിൽ വെച്ചിട്ട് റൗണ്ടിൽ നമ്മൾ അളവെടുക്കുക. അളവെടുക്കുമ്പോൾ എനിക്കിവിടെ വരുന്ന ആം ഹോൾ എന്ന് പറയുന്നത് 16 ഇഞ്ചാണ്. 16 ഇഞ്ചിന് 1 ഇഞ്ച് സീം അലവൻസ്. ലൈനിങ് ഇല്ലാത്ത കുർത്തി ആയതുകൊണ്ട് 1 ഇഞ്ച് സീം അലവൻസ് ഞാൻ കൊടുക്കുന്നത്. ലൈനിങ് ഉള്ള കുർത്തിയാണെങ്കിൽ 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുക്കണേ. അന്നേരം ഇവിടെ ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് 1 ഇഞ്ച് സീം അലവൻസ് ആണ് കൊടുത്തത്. അപ്പോൾ 16 എന്ന് പറയുമ്പോൾ 17. 17ൻ്റെ പകുതി 8.5. 8.5 ഇഞ്ച് ആം ഹോൾ വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഇങ്ങനെ ഈ ലൈനിൽ ഷോൾഡർ ഡൗൺ ചെയ്ത ലൈൻ മുതൽ ഇങ്ങനെ വെച്ച് കണ്ടോ. ഇനി കറക്റ്റ് 8.5 വന്നിട്ടുണ്ട്. 8.5 ഒരു പോയിന്റ് കുറവുണ്ട്, എന്നാലും ഇത് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ആം ഹോൾ മാർക്ക് ചെയ്യേണ്ടത്. അല്ലാതെ വെറുതെ നമ്മൾ ഇവിടുന്ന് 1 ഇഞ്ച് അകത്തോട്ട് കയറ്റി, ഇപ്പോൾ പറയാനാണെങ്കിൽ ഇവിടെ ഞാൻ 1 ഇഞ്ച് ഇവിടെ ഞാൻ അകത്തോട്ട് കയറ്റിയിട്ടുണ്ട്. അത് പക്ഷേ ഞാൻ അങ്ങനെ മാർക്ക് ചെയ്തിട്ട് ചെയ്തതല്ല, ആം ഹോൾ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് തന്നെ അങ്ങനെ തന്നെ ചെയ്തതാണ്. അതുപോലെ ഇതിപ്പം ബാക്ക് നെക്കായി, ബാക്ക് നെക്ക് നോർമലായിട്ടാണല്ലോ കട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് നെക്കിന് വേണ്ടിയിട്ട് ഒരു 1 ഇഞ്ച് അകത്തേക്ക് മാർക്ക് ചെയ്യുക. ഷേപ്പ് 1 ഇഞ്ച്, അതായത് 36 സൈസിന്, എൻ്റെ ചെസ്റ്റ് സൈസിനാണ് ഞാൻ ഷേപ്പ് 1 ഇഞ്ച് എന്ന് പറയുന്നത്. അപ്പം ഇതിലും കുറഞ്ഞ ചെസ്റ്റ് സൈസ് ആയിട്ടുള്ളവർ, അതായത് ഒരു 34 വരെയൊക്കെ നിങ്ങൾക്ക് 1 ഇഞ്ച് അല്ലെങ്കിൽ 0.75 കൊടുക്കാം. 32, 30, 28 സൈസിനൊക്കെ 1/2 ഇഞ്ച് അകത്തോട്ട് കയറ്റിയാൽ മതി. ഇത് കോളർ ആയതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ ഷേപ്പ് കൊടുക്കുന്നത്. അപ്പോൾ അതും 1 ഇഞ്ച് നമ്മൾ സെൻറ്ററിലാണല്ലോ 1 ഇഞ്ച് മാർക്ക് ചെയ്തത്. അതും ഇതുപോലെ തന്നെ സെയിം നമ്മൾ ടച്ച് ചെയ്ത് അടിയിലത്തെ ലൈനും ടച്ച് ചെയ്തിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം.
ആർക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഫ്രണ്ട് ആം ഹോളാണ്. ഫ്രണ്ട് ആം ഹോൾ നമ്മൾ കുഴിച്ച് മാർക്ക് ചെയ്ത്. അതുപോലെ വേസ്റ്റ് ലൈൻ എനിക്ക് 32 വരുന്നത്. അപ്പോൾ 8.75 മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. 1.5 ഇഞ്ച് സീം അലവൻസ്. അതുപോലെ ടക്സ് ഇടാൻ താല്പര്യമുള്ളവർ, കുർത്തിയുടെ ബാക്ക് സൈഡിൽ ഫ്രണ്ട് സൈഡിൽ ടക്സ് ഒക്കെ ഇടാറുണ്ട്. അങ്ങനെ ടക്സ് ഇടാൻ താല്പര്യമുള്ള അതും കൂടെ ഒരു 0.25 ബാക്കിൽ മാത്രമാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ച് കൂടുതൽ കൊടുക്കാം. ഇടുന്നില്ല, കറക്റ്റ് അളവ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഹിപ്പ് അളവ് ഞാൻ പറഞ്ഞതുപോലെ 11 ഇഞ്ച് 11 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഹിപ്പിൻ്റെ അവിടെ ഞാൻ മടക്കി തയ്ക്കാനായിട്ട് 1 ഇഞ്ചേ കൊടുക്കുന്നുള്ളൂ. 1.5 ഇഞ്ചൊന്നും ഞാൻ കൊടുക്കുന്നില്ല. സാധാരണ ഞാൻ 1 ഇഞ്ചാണ് കൊടുക്കുന്നത്. 1.5 ഇഞ്ച് കൊടുത്താലും ഓക്കെയാണ്. ഹിപ്പിൻ്റെ അവിടെ 12 ഇഞ്ചാണ് മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അതേ 12 ഇഞ്ച് തന്നെ താഴേക്ക് മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ 13 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. ലോങ് കുർത്തിയാണെങ്കിൽ 1 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യാം. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലായി കാണുന്നത്. ചെസ്റ്റ് ലൈൻ എത്രയാണോ നിങ്ങളുടെ അളവ്, ചെസ്റ്റ് അളവെടുക്കുക, ബ്രസ്റ്റ് അളവെടുക്കുക, വേസ്റ്റ് അളവെടുക്കുക, ഹിപ്പ് ഇത്രയും അളവെടുത്തതിന് ശേഷം എല്ലാത്തിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഏറ്റവും കുറഞ്ഞത് 0.5 എങ്കിലും നിങ്ങൾ ലൂസിങ് കൊടുക്കണം. ലൂസിങ് കൊടുത്തിട്ട് 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുക. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും മനസ്സിലാവാത്തവരുണ്ട് കമൻറ്റിലൊന്നും കമൻറ്റ് ചെയ്താൽ മതി, ഞാനതിന് റിപ്ലൈ തരാമേ. അതുപോലെ ഇവിടെ മാറ്റം വരുത്താനായിട്ടുള്ളത്, ബ്രസ്റ്റ് സൈസ് 3 ഇഞ്ചിൽ കൂടുതലുള്ളവർ മാത്രം അങ്ങനെ എക്സ്ട്രാ കൊടുത്താൽ മതി. അല്ലാത്തവർ സാധാരണ തന്നെ മാർക്ക് ചെയ്താൽ മതി. ഇത് സീം അലവൻസ്. ഏറ്റവും ഒട്ടും സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് പോലും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പം അറിയാവുന്നവർക്കൊക്കെ ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുമായിരിക്കും, എന്താ ഇത്രയും ഇങ്ങനെ വലിച്ചു നീട്ടി പറയുന്നത്. എല്ലാവർക്കും മനസ്സിലാവണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ബാക്ക് ആം ഹോളാണ്. ഫ്രണ്ട് ആം ഹോൾ 1 ഇഞ്ച് ഞാൻ അകത്തോട്ട് കയറ്റിയിട്ടുണ്ട്. 1/2 ഇഞ്ച് 0.75 1 ഇഞ്ച് വരെ കൊടുക്കാവും മാക്സിമം. അതിലും കൂടുതൽ കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ അറിയാവുന്നവരുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്കും കൂടെ അപ്പോൾ ഇനി നെക്ക് മാർക്ക് ചെയ്യുക. നെക്ക് മാർക്ക് ചെയ്യാനായിട്ട് ഫ്രണ്ട് നെക്ക് നമ്മളൊരു 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. 3 ഇഞ്ച് എന്തുകൊണ്ടാണ് കൊടുക്കുന്നത്? 3 ഇഞ്ച് കുറവല്ലേ എന്ന് ചോദിച്ചാൽ നമ്മൾ കോളറാണ് കൊടുക്കുന്നത്. ടോട്ടൽ നെക്ക് 8 ഇഞ്ചസ് ആണ് കേട്ടോ. ഇത് ആദ്യം നമ്മൾ റൗണ്ട് നെക്ക്, റൗണ്ട് എന്ന് പറയുക ഒരു നോർമൽ വി അല്ല റൗണ്ട് അല്ല എന്നുള്ള രീതിയിലാണ് നെക്ക് കൊടുക്കുന്നത്. കാരണം കോളർ ആയതുകൊണ്ടാണ്, പ്രത്യേകിച്ച് ഷേപ്പ് അങ്ങനെ റൗണ്ട് വരത്തില്ലല്ലോ. അപ്പോൾ ഫ്രണ്ട് നെക്ക് 3 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. 3 ഇഞ്ച് സ്ക്വയറായിട്ട് ഞാൻ മാർക്ക് ചെയ്തു. ഇനി ഒരു റൗണ്ട് നെക്ക് കൊടുക്കാം. റൗണ്ട് അല്ലെങ്കിൽ ഒരു ചെറിയൊരു വി പോലത്തെ ഒരു റൗണ്ട് നെക്ക് കണ്ടു. ഇങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്. റൗണ്ട് ആണെന്ന് വെച്ചാൽ റൗണ്ട് അല്ല, പക്ഷെ ഒരു ചെറിയ വി വന്നിട്ടുണ്ട്. അങ്ങനെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ബാക്ക് നെക്ക് മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ എത്രയാണോ കൂടുതലിട്ടത് അതങ്ങ് നെക്ക് മാർക്ക് ചെയ്താൽ മതി. 1 ഇഞ്ച് നമ്മൾ കൂടുതലിട്ട് ആ 1 ഇഞ്ച് അങ്ങ് നെക്ക് കട്ട് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ല, 1 ഇഞ്ച് ഇവിടെ കൂടുതൽ കിടക്കത്തില്ല. അതുകൊണ്ട് മാത്രം കോളർ ആയതുകൊണ്ട് നിങ്ങൾ എന്തായാലും കൂടുതൽ കൊടുക്കണം. അപ്പോൾ അത് നെക്കങ്ങ് വെട്ടി മാറ്റുക. സ്ക്വയറായിട്ട് എടുത്തിട്ട് അധികം ഷേപ്പ് കൊടുക്കേണ്ട കാര്യമില്ല. ഒരു ചെറിയ ഒരു ഷേപ്പ്, ചെറിയൊരു ഷേപ്പ് നിങ്ങൾ ആം ഹോൾ കർവിനാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ വെച്ച് നോക്കുക. എന്നിട്ട് ചെറിയൊരു ഷേപ്പ് റൗണ്ട് നെക്ക് മാർക്ക് ചെയ്യാം. അതുപോലെ നെക്ക് താഴേക്ക് എത്ര നെക്ക് ഇത് മാത്രം നമ്മൾ കട്ട് ചെയ്തെടുക്കത്തുള്ളൂ കേട്ടോ. ഈ 3 ഇഞ്ചിനകത്തുള്ളത് മാത്രമേ കട്ട് ചെയ്തെടുക്കത്തുള്ളൂ. എന്നിട്ട് ക്യാൻവാസ് വെച്ചാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. പക്ഷെ താഴേക്കുള്ള നെക്കും കൂടെ നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. 8 ഇഞ്ചാണ് ഞാൻ നെക്ക് കൊടുക്കുന്നത്. കാരണം കോളർ ആയതുകൊണ്ടാണ് 8 ഇഞ്ച് കൊടുക്കുന്നത്. തല നമുക്ക് കയറി പോകണമല്ലോ. ഒരു 7.5 ആയാലും ഓക്കെയാണ് കേട്ടോ. 8 ഇഞ്ച് മാർക്ക് ചെയ്ത് അധികം ഡീപ്പൊന്നും അല്ല 8 ഇഞ്ച് എന്ന് പറയുന്നത്. കാരണം കോളർ ആയതുകൊണ്ട് അത്രയും തുറന്ന് വരത്തില്ല. നമുക്കിവിടെ ക്ലോസ്ഡ് ആയിരിക്കും നെക്കിൻ്റെ അവിടെ. 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സീം അലവൻസ് ഉൾപ്പെടെയാണ് 8 ഇഞ്ച്. അപ്പം നെക്ക് ഏറ്റവും അവസാനം തയ്ച്ച് വരുമ്പോൾ 7.5 ഇഞ്ചേ കാണത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 7.5 ഇഞ്ചാണ് വേണ്ടതെങ്കിൽ 8 ഇഞ്ച് കൊടുക്കുക. അതല്ല 7 മതി എന്നുണ്ടെങ്കിൽ 7.5 ഇഞ്ച് കൊടുക്കുക. കാരണം ഇവിടെ സീം അലവൻസ് പോകുന്നതുകൊണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണേ. ബാക്ക് നെക്ക് ഞാൻ കട്ട് ചെയ്തെടുത്തു. ഷോൾഡർ ഡൗൺ കട്ട് ചെയ്യാണ്.
അതുപോലെ ഫ്രണ്ട് നെക്ക് ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് മാത്രം കട്ട് ചെയ്താൽ മതി. അതിന് താഴോട്ടുള്ളത് കട്ട് ചെയ്യരുത് ഇപ്പോഴേ. ഞാനിവിടുന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത വീഡിയോ റെക്കോർഡായില്ല കേട്ടോ. വേറൊന്നുമില്ല, നമ്മൾ മാർക്ക് ചെയ്തെടുത്ത് കട്ട് ചെയ്തെടുക്കുക. സ്ലിറ്റ് ഇവിടെ ഫേസ് ലൈനും ചെസ്റ്റ് ലൈനും ഒക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്, അപ്പുറത്തെ ഭാഗത്ത് അറിയാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ ഫ്രണ്ട് ആം ഹോളിൽ കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഷോൾഡർ ഡൗൺ ചെയ്തു. ഈ 1 ഇഞ്ച് നേരത്തെ ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ. ഫ്രണ്ടിൻ്റെ ബാക്ക് ഭാഗത്ത് 1 ഇഞ്ച് കൂടുതലാണ് ഇത്. ഇതിങ്ങനെ മടങ്ങി നമ്മൾ തയ്ക്കുമ്പോൾ ഇങ്ങനെ വരും, ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വരും. അപ്പോൾ കോളർ കറക്റ്റായിട്ട് നിൽക്കും. ഈ ഒരു ഇഞ്ച് നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കോളർ ബാക്കിലോട്ട് പോകും. നമ്മുടെ ഫ്രണ്ട് കഴുത്ത് മുകളിലേക്ക് കയറി വരും. കോളർ കറക്റ്റായിട്ട് നിൽക്കുന്നില്ല, മലന്ന് പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ നമ്മൾ 1 ഇഞ്ച് കൊടുത്തത്. ബാക്കി ഫ്രണ്ട് ആംഹോൾ കട്ട് ചെയ്തു, മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മാർജിനൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. 1 ഇഞ്ചാണ് ഹിപ്പിൻ്റെ അവിടെ കൊടുത്തത്. 1 ഇഞ്ച് ഹിപ്പിൻ്റെ അവിടെ, വേസ്റ്റിൻ്റെ അവിടെ 1.5 ഇഞ്ച്, ചെസ്റ്റ് ലൈനിൻ്റെ അവിടെ 1.5 ഇഞ്ച്. ഒരു ഇഞ്ച് സ്ലിറ്റ് മടക്കി തയ്ക്കാനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ മാർക്കിങ് വരുന്നത്. അപ്പോൾ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവിന് വേണ്ടിയിട്ട് 25 വീതി, മൊത്തം 45 വീതിയിലുള്ള ഒരു പീസാണിത്. ഇതിപ്പോൾ ഞാൻ 4ആയിട്ട് മടക്കി ഇടുകയാണ്. അപ്പോൾ ഇവിടെ എനിക്ക് 1.5 മീറ്റർ ആയതുകൊണ്ട് എനിക്ക് തുണി കുറച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ തുണി മടക്കിയിട്ടത് എങ്ങനെയാണ്, അഥവാ അങ്ങനെ തുണിക്ക് മടക്കിയിട്ട് കട്ട് ചെയ്യാൻ അറിയാത്തവർ, അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ അതും കൂടെ പറയാം. അതും നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഒരുപാട് പേര് കാണുമല്ലോ അങ്ങനെ കട്ട് ചെയ്യാൻ അറിയാത്തവർ. അപ്പോൾ തേര് ഭാഗം ഇവിടെ ഉണ്ട്. ഫോൾഡിങ് ഞാൻ എൻ്റെ ഭാഗത്തേക്ക് ഇടുകയാണ്. ഇവിടെ ഓപ്പൺ ആണ്. ഇതിൻ്റെ ലെങ്ത്ത് ഇപ്പം വന്നേക്കുന്നത് 15.5 ഇഞ്ചുണ്ട് ലെങ്ത്ത്. അപ്പോൾ ഒരു 15 ഇഞ്ച് ഓക്കെയാണ്. നിങ്ങൾക്ക് എത്രയാണ് ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കാം. ഹാഫ് സ്ലീവ് ആയിട്ട് അങ്ങനെ എടുക്കാം, ക്വാർട്ടർ സ്ലീവ് എടുക്കാം, 3/4 എടുക്കാം. ഫുൾ സ്ലീവ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള തുണി വേണം. ഇപ്പോൾ ഫുൾ സ്ലീവ് ഒക്കെ തയ്ക്കാനാണെങ്കിൽ കറക്റ്റ് 2 മീറ്റർ തുണി തന്നെ എടുത്തേ തികയത്തുള്ളൂ. ഇപ്പോൾ ക്വാർട്ടർ സ്ലീവ്, 3/4 സ്ലീവ്, ഹാഫ് സ്ലീവ് ഒക്കെ ആണെങ്കിൽ 1.5 മീറ്റർ തുണിക്കകത്ത് അത്യാവശ്യം നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ എങ്ങനെ മാർക്ക് ചെയ്യുന്ന വെച്ചാൽ നേരത്തെ ആം ഹോളിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ബൈസെപ്സിൻ്റെ അവിടെ നമ്മുടെ അളവെടുക്കണം. ബൈസെപ്സ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, കഷത്തിൻ്റെ തൊട്ട് ഭാഗം കയ്യിൻ്റെ അവിടെ എത്രയാണോ അളവ് വരുന്നത് അതും കൂടെ എടുക്കണം. എനിക്കിവിടെ ആം ഹോൾ 16ഉം ബൈസെപ്സിൻ്റെ അവിടെ 14ഉമാണ് അളവ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആം ഹോളിൽ നമ്മൾ 1 ഇഞ്ച് കൂട്ടി. ലൈനിങ് ഇല്ലാത്ത കുർത്തി ആയതുകൊണ്ടാണ് 1 ഇഞ്ച് നമ്മൾ ലൂസിങ് കൂട്ടിയത്. ലൈനിങ് ഉള്ളതാണെങ്കിൽ 1.5 ഇഞ്ച് കൂട്ടണം. അപ്പോൾ ആം ഹോളിൽ എത്രയാണോ കൂട്ടിയത് അത്ര തന്നെ ബൈസെപ്സിൻ്റെ അവിടുത്തെ അളവിന് നമ്മൾ കൂട്ടണം. അപ്പോൾ ഇവിടെ 1 ഇഞ്ചാണ് കൂട്ടിയത്, ആം ഹോളിൻ്റെ അവിടെ 1 ഇഞ്ചാണ് കൂട്ടിയത്. അപ്പോൾ സ്ലീവിൻ്റെ അവിടെ, അതായത് ബൈസെപ്സിൻ്റെ അവിടെ 1 ഇഞ്ച് തന്നെ കൂട്ടുക. അപ്പോൾ എനിക്ക് കിട്ടുന്ന അളവ് 17, 15 ആണ്. 15 ബൈസെപ്സിൻ്റെയും 17 ആം ഹോളിൻ്റെയും. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുന്നത് 8.5, 7.5 അതെങ്ങനെ കിട്ടണം? നിങ്ങൾ ചില ആൾക്കാർ ഇവിടെ 4 ഇഞ്ച് കുറയ്ക്കുക, 4 ഇഞ്ച് ഡൗൺ ചെയ്യുക, 3.5 ഇഞ്ച് ഡൗൺ ചെയ്യുക, അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ഒന്ന് അളവ് എടുത്ത് നോക്കുക. ഒരു തവണ നിങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. സ്റ്റിച്ച് ചെയ്ത് ശരിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതാണോ അതാണോ ശരിയെന്ന് മനസ്സിലാവുമല്ലോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ബൈസെപ്സ് ഇതാണല്ലോ, ഇത് ആം ഹോള്. ബൈസെപ്സിൻ്റെ അവിടെ 7.5 വരണം. ആണ്ട് 7.5 കണ്ടല്ലോ. അതേപോലെ ഇവിടുന്ന് മാറ്റാതെ മുകളിലേക്ക് 8.5 വരണം. അപ്പം കുറച്ച് കൂടുതലുണ്ട്, കണ്ടോ? ഇപ്പോൾ കണ്ടോ? എനിക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ ആം ഹോളിൻ്റെ അവിടെ 8.5 കിട്ടുന്നുണ്ട്. മനസ്സിലായോ? 8.5 ഉണ്ട്. താഴെ ബൈസെപ്സിൻ്റെ അവിടെ ഞാൻ തിരിച്ച് വെച്ചാൽ എനിക്ക് 7.5 കിട്ടുന്നുണ്ട്. ഇങ്ങനെ വേണം നിങ്ങൾ ആം ഹോള് മാർക്ക് ചെയ്യാൻ. മനസ്സിലായോ? ഏത് ചെസ്റ്റ് അളവിന് നമുക്കന്നേരം ആം ഹോള് മാർക്ക് ചെയ്യാൻ പറ്റും. അത് കുർത്തിക്കാണ് 1 ഇഞ്ച് കൂട്ടുന്നത്. ബ്ലൗസിൻ്റെ കാര്യത്തിനൊക്കെ വേറെ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. കുർത്തിക്ക്
1 ഇഞ്ച് കൂട്ടി പകുതിയാക്കി അളവ് ഇങ്ങനെ എടുത്ത് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ എത്ര കുറവ് താഴോട്ട് വന്നിട്ടുണ്ട്? 3.5 ഇഞ്ചാണ് എനിക്ക് ഇവിടെ ഡൗൺ വന്നേക്കുന്ന ആം ഹോൾ. അപ്പോൾ ഇത് നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. മൂന്നര ഇഞ്ചിൻ്റെ പകുതി ഒരു 1/4 ഇഞ്ചും കൂടെ കുറവ് മാർക്ക് ചെയ്തിട്ട് ആം ഹോൾ കർവ് ഉപയോഗിച്ച് എന്നെ ഒന്ന് മാർക്ക് ചെയ്യാൻ നോക്കുക. ഇത് ഒരുപാട് തവണ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് പഠിക്കും. എനിക്കും അത്രയും ഞാനും പഠിച്ചു വരുന്നേ ഉള്ളൂ. നല്ലപോലെ അറിയാവുന്നവർ എനിക്കും കൂടെ പറഞ്ഞു തരാം കേട്ടോ. കമൻറ്റ് സെക്ഷനിലൊന്ന് കമൻറ്റ് ചെയ്യുക. ആം ഹോൾ നമ്മളിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. റഫായിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം കൈ കൊണ്ട് ഫ്രീ ഹാൻഡായിട്ട് വരച്ചു കൊടുക്കുക. വരച്ചല്ല, ഇനി ഇവിടെ 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുക. 1.5 ഇഞ്ചാണ് നമ്മൾ ബോഡി കൊടുത്തത്, അതുകൊണ്ട് 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുക. സെൻറ്ററിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റാനുള്ളത്. ഓക്കെ, താഴെ സ്ലീവ് റൗണ്ട് എനിക്ക് വരുന്ന 11 ഇഞ്ചാണ്. അപ്പോൾ 5.5 ഒരു 0.25 ഞാൻ എക്സ്ട്രാ ഇട്ടിട്ട് 5.25 ഇഞ്ചിന് സ്ലീവിൻ്റെ അവിടെ അധികം ലൂസ് ഇടേണ്ട കാര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ 1/4 ഇഞ്ച് കൂട്ടിയത്. 1.5 ഇഞ്ച് സീം അലവൻസും കൊടുത്തിട്ട് ഒന്ന് തമ്മിൽ ജോയിൻറ്റ് ചെയ്തെടുക്കാം. മനസ്സിലായല്ലോ സ്ലീവ് വരച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിലാവാത്തവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ലീവ് മാർക്ക് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാതെ പോയതും നിങ്ങളെ ശ്രദ്ധിക്കാനും വേണ്ടിയിട്ടൊരു കാര്യം കൂടെ പറയാം. നമ്മൾ ബാക്കിൽ 1 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്തത് ഓർമ്മയുണ്ടോ ബോഡി പാർട്ടിൽ? അതുകൊണ്ട് സ്ലീവിൽ നമ്മൾ എക്സ്ട്രാ വരാൻ വേണ്ടിയിട്ട് ബാക്ക് എത്രയാണോ ആം ഹോൾ വന്നത് അതൊന്ന് അളന്ന് നോക്കുക. തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് ബോഡി പാർട്ട് മാത്രം. അതുപോലെ ഫ്രണ്ടും ഒന്ന് അളന്ന് നോക്കുക. ഇത് രണ്ടും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് അതിൻ്റെ പകുതി ആം ഹോളായിട്ട് മാർക്ക് ചെയ്യാനൊന്ന് നോക്കണം, ഇല്ലെങ്കിൽ സ്ലീവ് കുറഞ്ഞു പോവേ. റൗണ്ട് എടുക്കുന്നതിനകത്ത് ആം ഹോൾ റൗണ്ടിൻ്റെ കൂടെ സീം അലവൻസ് കൂട്ടി തുണി മടക്കി ഇടുക. എത്രയാണോ ആം ഹോൾ റൗണ്ട് ഉള്ളത് അതിനകത്ത് ഇപ്പോൾ 1.5 ഇഞ്ചാണ് ഞാൻ സീം അലവൻസ് കൊടുത്തത്. അപ്പോൾ ആം ഹോൾ റൗണ്ട് മൊത്തത്തിൽ അത് 3 ഇഞ്ച് ആവുമല്ലോ. രണ്ട് സൈഡും 3 ഇഞ്ച് വെച്ച്. എന്നിട്ട് അത് 2 തുണി എടുത്ത് അതങ്ങ് മടക്കിയിടുക. അപ്പോൾ ആം ഹോൾ റൗണ്ട് എനിക്ക് 17 ആയതുകൊണ്ട് 1 ഇഞ്ച് സീം ലൂസിങ്ങും കൂട്ടി 17 ആയതുകൊണ്ട് ഞാനത് 3 ഇഞ്ചും കൂടെ സീം അലവൻസും കൂട്ടി 20 ഇഞ്ചിൽ ഞാൻ മടക്കിയിട്ടു. ഇനി ഇത് ഫ്രണ്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു 1/2 ഇഞ്ചാണ് ഞാൻ ഡൗൺ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഫ്രണ്ടാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാനൊരു മാർക്കിങ് കൊടുക്കുന്നുണ്ട്, ഒരു നോച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അധികം അങ്ങ് വെട്ടിക്കളയരുത് കേട്ടോ. അതുകൊണ്ട് സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കോളർ കട്ട് ചെയ്തെടുക്കണം. കണ്ടോ, ഇത്രയും വ്യത്യാസമാണ് ഫ്രണ്ടിൽ വന്നേക്കുന്നത്. ഇപ്പോൾ കോളർ കട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ഏകദേശം സെയിം കളറിൽ, അത്രയും കറക്റ്റ് അല്ല എന്നാലും ഏകദേശം സെയിം കളറിൽ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു തുണിയാണ്. ഒരു ചുരിദാർ തയ്ച്ചതിൻ്റെ ബാക്കി ലൈനിങ് പീസാണ് കേട്ടോ ഇത്. അപ്പം നിങ്ങൾക്ക് കോളർ ഇങ്ങനെ മലന്ന് പുറത്തോട്ടല്ലേ ഇരിക്കുന്നത്. കൺവേർട്ടബിൾ കോളർ എന്ന് പറയുമ്പോൾ കോഡ് കോളർ എന്ന് പറയുമ്പോൾ പുറത്തേക്ക് നമ്മളൊരു ഭാഗം കാണാം. അത് നല്ല പീസ് ഇടണം. നല്ല പീസ് എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ലൈനിങ്ങോ അല്ലെങ്കിൽ അതേ തുണിയുടെ തന്നെ ബാക്കി പീസ് ഉണ്ടെങ്കിൽ അങ്ങനെയോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് തുണിയോ, പല രീതിയിൽ നമ്മൾ തയ്ക്കാറുണ്ട്. നിങ്ങളെല്ലാവരും യൂട്യൂബിലും പിൻട്രസ്റ്റിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു തുണി. അപ്പോൾ എനിക്കിതിവിടെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 1.5 മീറ്റർ തുണിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ ചെറിയൊരു കുറവ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കരുതി എൻ്റെ കയ്യിലുള്ള ഒരു തുണിയാണ് ഞാൻ കോളറിന് വേണ്ടി എടുക്കുന്നത്.
നമ്മുടെ നെക്ക് എന്ന് പറയുന്നത് 3 ഇഞ്ചാണല്ലോ. 3 ഇഞ്ചും ഒരു 3 ഇഞ്ചും കൂടെ കൂടുതൽ നിങ്ങൾ മടക്കിയിട്ടാൽ മതി. അതായത് 6, മൊത്തം 12 ഇഞ്ചിന് നിങ്ങൾ തുണി മടക്കിയിട്ടാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ തേച്ച് മടക്കിയത് കൂടുതൽ എടുക്കുന്നത് എന്തിനാ? കാണുന്നുണ്ടല്ലേ? മടക്കിയിട്ടു. ഇനി എന്താണെന്ന് വെച്ചാൽ 3 ഇഞ്ചിന് നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ 3 ഇഞ്ചാണല്ലോ നമ്മൾ ഇറക്കം കൊടുത്തത്. മാർക്ക് ചെയ്തതിന് എളുപ്പമായിട്ട് 3 ഇഞ്ചല്ല 3.5 ഇഞ്ച് തയ്യത്തുമ്പം കൂട്ടിയിട്ട് വന്നിട്ടുണ്ട്. ലൈനിന് താഴെയൊക്കെ 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇത് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്യുക. ഇത് നെക്ക് കട്ട് ചെയ്തെടുത്ത തുണിയാട്ടോ. ഇതും കൊണ്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. നെക്ക് ഇതുപോലെ ബാക്കി പീസ് വെച്ച് ഞാൻ ഒന്ന് മാർക്ക് ചെയ്തെടുത്തു. അതിനുശേഷം മുകളിൽ നിന്ന് 8 ഇഞ്ച് ടോട്ടൽ വരുന്ന രീതിയിൽ ഇവിടെ ഒരു മാർക്ക് കൊടുത്തു. മനസ്സിലായല്ലോ? 8 ഇഞ്ച്. ഈ 8 ഇഞ്ച് ഇപ്പോൾ ഒന്നും ചെയ്യണ്ട കേട്ടോ. ഈ നെക്ക് മാത്രം നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോഴത്തേക്ക് ഞാനിവിടെ അത് മാറിപ്പോകാതിരിക്കാനായിട്ട് ഒന്ന് പിന്നെ കുത്തിയെടുക്കുന്നുണ്ട്. ഈ തുണി നെക്കിന് നമ്മൾ എടുക്കുന്ന തുണി ഇത് മാത്രം പോരാ കേട്ടോ. ക്യാൻവാസിൻ്റെ തുണിയും കൂടെ, അതായത് ക്യാൻവാസിൻ്റെ കനം കുറഞ്ഞ ക്യാൻവാസ് ആണെങ്കിൽ അത്രയും നല്ലതാണ്. ക്യാൻവാസും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ 8 ഇഞ്ച് മുകളിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം തുണി എങ്ങനെ കട്ട് ചെയ്തെടുക്കണമെന്ന് അറിയണ്ടേ? 1 ഇഞ്ചും കൂടെ കൂടുതൽ കൊടുത്താൽ മതി. ഞാൻ ഇവിടെ 2 ഇഞ്ച് കൂടുതൽ കൊടുത്തിട്ട് ഇതൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. 10 ഇഞ്ചിൽ ഞാനൊന്ന് മാർക്ക് ചെയ്തു. അതുപോലെ അകത്തേക്ക് 3 ഇഞ്ച്, മൊത്തം 6 ഇഞ്ച്, 1 ഇഞ്ച് കൂടെ കൂടുതൽ. ഇവിടെ ഒരു ഷേപ്പ് ഞാൻ കൊടുക്കുന്നു. ഷേപ്പ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ചെറിയ ഷേപ്പ് കൊടുത്തിട്ട് ഒന്ന് വൃത്തിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും തുണി മതി ഇതിന് കേട്ടോ. നെക്കിൻ്റെ ഇരട്ടി വീതിയും ലെങ്ത്തിൻ്റെ 2 ഇഞ്ച് കൂടുതലും കൂടി ഇട്ടൊരു മടക്കി തുണി കട്ട് ചെയ്തെടുക്കാം. പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? നെക്ക് മാത്രം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ സെൻറ്ററിൽ ഒരു നോച്ചിട്ട് കൊടുക്കുക, സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ തുണി തുറന്നെടുക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് നെക്ക് വരുന്നത്. ഇവിടെ നമ്മളൊരു സ്ലിറ്റ് ഇട്ട് കൊടുക്കും. സ്ലിറ്റ് ഇട്ടിട്ടാണ് ഇവിടെ ഒരു വി പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചിട്ട് എന്നിട്ട് ഇത് ഇങ്ങനെ തുറന്ന് പുറത്തേക്ക് വയ്ക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഒരു ക്യാൻവാസും കൂടെ ഇതിനകത്തൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം. ആദ്യം നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് കഴുത്ത് എത്രയാണോ അവസാനം വരുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ കോളർ കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് നോക്കാമേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കോളർ കട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ കണ്ട് ഇഷ്ടമായവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് കാണാം. ബൈ, ടേക്ക് കെയർ.